ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു ഗുഡ് നൈറ്റ് പോലും പറയാണ്ട് വേഗം പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ രാത്രി കുറച്ച് പ്രാങ്കൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് പറഞ്ഞുതരാം. അപ്പോൾ അതിനൊരു വീഡിയോ ആ ചെറിയ ക്ലിപ്പോടെ കൊടുക്കുക കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പം രാവിലെ ഒരു 7 മണിയായി. എന്ത് ഔടു ചൂടു ആ ഗൈസ് ആക്കി പറയൂ. എന്ത് അത് ഭയങ്കര ഗൈസ് എല്ലാരും ചായ കുടിക്കാണ്. ചായയും ബിസ്ക്കറ്റും ഉണ്ട് താഴെ റെഡി ആയിട്ട് ചായ ബിസ്ക്കറ്റ് കുടിക്കാം. രാവിലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ ഒരു ആന ഗൈസ്. ഇപ്പുറം പുലിയും എവിടെ പുലി യെസ് ഗൈസ് പുലിയും മാനും ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആട്ടോ രാവിലെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ കുറേ നേരം വീഡിയോ എടുപ്പിന് ശേഷം ഇവർ ഒരു 60-70% ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ക്രിയേറ്റ് ചെയ്ത കാർഡാണ്. നമ്മൾ അത് പോയി കാണാം, അത് കാണിച്ചു തരാം ഗൈസ്. ശരിക്കും ഇവിടെ ഒരു സ്പേസിൽ ആന വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ 4 പേരും മാത്രം അങ്ങോട്ട് പോവാണ്, എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആനേനെ അങ്ങോട്ട് തേടി പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങളെ ധൈര്യം ഒന്ന് ആലോചിച്ചു. ആന വരികയാണെങ്കിൽ ഇറങ്ങി ഓടുന്നു. ധൈര്യമില്ല, ഞങ്ങളെ കാനമാരുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് പോവാം ഗൈസ്. ആന ഇല്ല ഗൈസ്, ആനക്ക് പേടി. ആന ഉറങ്ങുകയാണ്. എനിക്കൊന്ന് പല്ലം തേച്ചിട്ടുണ്ടാവില്ല, തേച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് പോലെ ആന വരിക. ആ ഓക്കെ ഓക്കെ കടക്കൂല. ഓ യെസ്, ഞങ്ങള് ആന എന്തായാലും വരില്ല. അപ്പൊ കുറച്ച് അരുവിയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിൽക്കുകയാണെങ്കിൽ തെരഞ്ഞു വരും. നല്ല അരുവിയിലും മുങ്ങി ചത്തോന്നറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി നടക്കാണ്ട് കഴിച്ചൊരു കുത്തനല്ല കടുവ ഇറങ്ങുന്നതാണ്. ശരിയാ, കാരണം മഞ്ഞ അത് മൂപ്പര നിങ്ങളൊരു പല്ലു ഇതൊക്കെ കാണുമ്പോ കടുവേന്റെ സാമ്യം തോന്നുന്നുണ്ട്. മൂപ്പര പിടിക്കില്ല. കടുവ വിചാരിക്കണ്ടാവും മുൻജന്മത്തിൽ എന്റെ അച്ഛനായിരുന്നു സജീർക്ക. ഗൈസ് അരുവിയെങ്കിലും കണ്ട് നല്ല രസമുണ്ട്. ബട്ട് അരുവി കാണാൻ വേണ്ടി അവിടെ ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഞങ്ങള് ഫൈനലി അരുവിയിലോട്ട് ഇറങ്ങാൻ പോവാട്. ആർക്കുണ്ട്? ഞാൻ തന്നെ കേട്ടു പോകുന്നത്. നമ്മൾ ഇറങ്ങാൻ പോവാട്. ഒന്ന് പിടിക്കുവോ സജീർക്ക? ഞാൻ വല്ല മൂക്ക് കുത്തി വീണാ പിന്നെ തീർന്നു. ഇങ്ങനെ പിടിച്ച Guys, wow, this is heaven. Guys, എന്നെ അട്ട കടിച്ചു ഗൈസ്. പാവ ഇത്തക്ക് മാത്രം എന്നോട് സ്നേഹം തോണ്ടി എടുത്തന്ന്. ബാക്കിയുള്ളവർ അവിടെ നിൽക്കും, ഉപ്പിടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പിടാനിപ്പോ 1 കിലോമീറ്റർ നടന്നു പോകണം. ഒരാള് വേണം ഞാൻ അട്ട വീഡിയോ എടുക്കട്ടെ. ഇതെങ്ങനെ എടുത്ത് എഴുതുന്നല്ല ഗൈസ്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം രാവിലെ ബാത്റൂം പോകാൻ സമയം കിട്ടിയില്ല. കടിച്ചോ? ഐഫോണില് അട്ട കടിച്ചു. കടിച്ചെന്ന് തോന്നുന്നു. അതിന്റെ പല്ല് കുടുങ്ങിണ്ട്. അട്ട കടിക്കാന്ന് ഇങ്ങനെ കടിക്കണ്ടേ? അതിനുണ്ടല്ലോ ഫാമിലി ആയിട്ട് വന്നതാണ്. ചെരുപ്പിനുള്ളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിയേട്ടനാണ് അട്ട കണ്ട്. അത്രയും ബ്ലഡ് ഉണ്ടല്ലോ ഊറ്റിയെടുക്കാൻ. അതുകൊണ്ടേക്ക് മുകളിൽ പോയി ഒന്നുകൂടെ നോക്കണം. ശരിക്കും ഡ്രസ് ഊരി നോക്കണം. അതൊന്നും വിഷയമില്ല. വേറെ കയറി കടിച്ച പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ആരോട് ക്ലോസപ്പ് ആയിട്ട് എടുക്കാൻ പറയുന്നത് അടി മോശമല്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ സാറിൻ്റെ കുറേ ഫോട്ടോഗ്രാഫിക്കലായിട്ടുള്ള എന്താ പറയുക കുറേ സ്കിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക്. കാരണം നമുക്കത് യൂസ്ഫുൾ ആവും. കാരണം നമ്മളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്കിനി ട്രെയിൻ വരുന്നുണ്ട്. ഞാൻ അതിലൊന്ന് കയറാം ഗൈസ്. നമ്മൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ അപ്പുറത്തെ ചായ ഇപ്പുറത്തെ കാപ്പിട്ടാ. ഇഡ്ഡലി സാമ്പാർ. നമ്മൾ 6D കാണാൻ പോവാണ്. 3D HD ഒക്കെ അല്ലേ നമ്മൾ കാണുന്നത്. നമ്മളത് കണ്ടിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ഇനി റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ. ഇന്നല്ലാണ്ട് ചാവണ്ടേ. അപ്പോൾ നമ്മുടെ